എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജിനകത്ത് വരുന്നുള്ള കുറച്ച് MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോൺ ടു ഡീകമ്പോസ് ദ ഓർഗാനിക് മാറ്റർ ഓഫ് വേസ്റ്റ്? ഓർഗാനിക് മാറ്റർ ഓഫ് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് കമ്പോസ്റ്റിംഗ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പോസ്റ്റിംഗ്? കമ്പോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. റിഡക്ഷൻ ഓഫ് മാസ് ഒരു ഒബ്ജക്റ്റീവ് ആണ്. എലിമിനേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് അതൊരു ഒബ്ജക്റ്റീവ് ആണ്. സ്റ്റെബിലൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇൻസിനറേഷൻ ഒരു ഒബ്ജക്റ്റീവ് അല്ല. നെക്സ്റ്റ്, ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബയോ ഓഗ്മെൻറ്റേഷൻ, എലിമിനേഷൻ ഓഫ് സ്ലഡ്ജ്, പ്ലാന്റ്സ് യൂസേജ് ഫോർ ബയോറെമഡിയേഷൻ, അഡീഷൻ ഓഫ് മൈക്രോബ്സ് ടു എ ക്ലീനപ്പ് സൈറ്റ്, ബയോവെൻറ്റിംഗ്. ഇവിടെ ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് മൈക്രോബ്സ് ടു എ ക്ലീനപ്പ് സൈറ്റ്, അതിനാണ് നമ്മൾ എന്താ പറയുക? ബയോ ഓഗ്മെൻറ്റേഷൻ. നെക്സ്റ്റ്, this cleanup approach includes removal of groundwater or soil from its natural setting to permit for bioremediation. അതിൻ്റെ നാച്ചുറൽ, അതായത് എവിടെയാണോ കണ്ടാമിനേറ്റഡ് ആയത് ആ പ്ലേസിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് എന്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എക്സിറ്റ് ടു ബയോറെമഡിയേഷൻ എന്ന് പറയാം. ദിസ് ബയോറെമഡിയേഷൻ ടെക്നിക് ഇൻക്ലൂഡ്സ് മിക്സിംഗ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എ ബയോ റിയാക്ടർ ടു സ്റ്റിമുലേറ്റ് ബയോഡിഗ്രഡേഷൻ. ഒരു ബയോറിയാക്ടറിനകത്ത് നമ്മുടെ വാട്ടർ, കണ്ടാമിനേറ്റഡ് വാട്ടറിനെയും സോയിലിനെയും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനെയും കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ മിക്സ് ചെയ്തിട്ട് എന്താണ് ബയോ റെമഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ലറി ഫേസ് ബയോ റെമഡിയേഷൻ എന്ന് പറയാം. ബയോ റെമഡിയേഷൻ മീൻസ് എന്താണ്? യൂസേജ് ഓഫ് മൈക്രോബ്സ് ടു ഡിസ്ട്രോയ് എൻവിറോൺമെൻറ്റൽ പൊല്യൂട്ടൻസ്. എൻവിറോൺമെൻറ്റൽ പൊല്യൂട്ടൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ആനന്ദ ചക്രവർത്തി റിസീവ് ദ ഫസ്റ്റ് US പാറ്റൻറ്റ് ഫോർ എ GM entity. ദ entity വാസ്, ഇത് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ്. ഇവിടെ കറക്റ്റ് വരിക സ്യൂഡോമോണാസ് എഞ്ചിനീയർഡ് ടു ഡിഗ്രേഡ് പെട്രോളിയം. അപ്പോൾ സ്യൂഡോമോണാസ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ്. സ്യൂഡോമോണാസ് എയറോജിനോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ സ്യൂഡോമോണാസ് സ്പീഷീസിനെ എഞ്ചിനീയർ ചെയ്യാന്ന് വെച്ചാൽ ജനറ്റിക് എഞ്ചിനീയറിങ് അല്ലേ, അവരുടെ ജീൻസിലൊക്കെ മാറ്റം വരുത്തിയിട്ട് എന്താണ് പെട്രോളിയം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആക്കി. അതാണ് ഏത് ഈ കേസിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ, സോ ആനന്ദ് ചക്രവർത്തി ഈ പേരും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, എ പ്രോസസ് യൂസിങ് മൈക്രോബ്സ് ടു കൺവേർട്ട് ടോക്സിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ടു ലെസ് ടോക്സിക് ഓർ നോൺ ടോക്സിക് കോമ്പൗണ്ട് ഈസ്. അതായത് ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ മൈക്രോബ്സിനകത്ത് യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ടോക്സിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ ഒന്നുകിൽ ലെസ് ടോക്സിക് ആക്കുന്നു അല്ലെങ്കിൽ നോൺ ടോക്സിക് ആക്കുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? ബയോ റെമഡിയേഷൻ എന്ന് പറയും. ദ ബയോ റെമഡിയേഷൻ പ്രോസസ് ഇൻവോൾവ്സ് ദ യൂസേജ് ഓഫ് പ്ലാന്റ്സ്. ഇനി ഇതേ ബയോ റെമഡിയേഷൻ പ്രോസസ്സിനെ നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയും. ബയോ റെമഡിയേഷൻ യൂസിങ് പ്ലാന്റ്സ് ആണെങ്കിൽ അത് ഫൈറ്റോ റെമഡിയേഷൻ ആണ്. നെക്സ്റ്റ്, ദിസ് ഈസ് നോട്ട് ആൻ ഇൻഡിജീനിയസ് മൈക്രോബ് യൂസ്ഡ് ഫോർ ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷനകത്ത് യൂസ് ചെയ്യുന്നുള്ള മൈക്രോബ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇൻഡിജീനിയസ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, ദിസ് ഫാക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദ കാർബൺ സൈക്കിൾ. കാർബൺ സൈക്കിളിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ ഇതാണ്. ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്, ഓൾ ഓഫ് ദീസ്. ദ സോഴ്സ് ഓഫ് കാർബൺ ടു പ്ലാന്റ്സ് ഇൻ ദ കാർബൺ സൈക്കിൾ ഈസ്. ഇതാണ് സോഴ്സ് ഓഫ് കാർബൺ ടു പ്ലാന്റ്സ് ഇൻ ദ കാർബൺ സൈക്കിൾ ഈസ്. പ്ലാന്റ്സിന് ഏതാണ് സോഴ്സ് ഓഫ് കാർബൺ ആയിട്ട് വരുന്നുള്ളത്? അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ്സിൻ്റെ സോഴ്സ് ആയിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, ദ റോൾ ഓഫ് ബാക്ടീരിയ ഇൻ ദ കാർബൺ സൈക്കിൾ ഈസ്. ബാക്ടീരിയൻ്റെ റോൾ എന്താണ്? മെയിനായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ബാക്ടീരിയൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇൻ ദ കാർബൺ സൈക്കിൾ ദ ഹ്യൂമൻ ബോഡി റിട്ടേൺസ് കാർബൺ ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ ദിസ് വേ. ഏതാണ്? ഹ്യൂമൻ ബോഡി കാർബൺ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്, വേസ്റ്റ് പ്രൊഡക്ട്സ്, ഫോട്ടോസിന്തസിസ്, സെല്ലുലാർ റെസ്പിറേഷൻ. ഇവിടെ കറക്റ്റ് വരിക സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് ആർ സെൻട്രൽ ടു ദിസ് പ്രോസസ്. ഏത് പ്രോസസ്സിലാണ് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും മെയിനായിട്ട് വരുന്നുള്ളത്? നൈട്രജൻ സൈക്കിളാണോ, ഫോസ്ഫറസ് ആണോ, കാർബൺ ആണോ, സൾഫർ ആണോ? ഒരു സംശയമില്ല, ഏതാണ്? കാർബൺ സൈക്കിളിലാണ് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും മെയിനായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ
ദ ഫോസ്ഫറസ് സൈക്കിൾ ആൻഡ് ദ കാർബൺ സൈക്കിൾ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് എന്താണ് ദ ഫോസ്ഫറസ് സൈക്കിൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഗ്യാഷ്യസ് ഫേസ് ബട്ട് ദ കാർബൺ സൈക്കിൾ ഡസ്. അത് കറക്റ്റ് അല്ലേ? ഫോസ്ഫറസ് സൈക്കിൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഗ്യാഷ്യസ് ഫേസ് ബട്ട് കാർബൺ സൈക്കിൾ ഡസ്. അത് കറക്റ്റാണ്. നെക്സ്റ്റ്, ദ ഫോസ്ഫർ ഡസ് നോട്ട് എൻറ്റർ ലിവിങ് എൻറ്റിറ്റീസ് ബട്ട് കാർബൺ എൻറ്റേഴ്സ്. ഇത് തെറ്റാണ് അല്ലേ? ഫോസ്ഫറസും നമ്മുടെ ലിവിങ് എൻറ്റിറ്റീസിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, കാർബണും എൻ്റർ ചെയ്യുന്നുണ്ട്. ദ ഫോസ്ഫറസ് സൈക്കിൾ ഇൻക്ലൂഡ്സ് എ സോളിഡ് ഫേസ്, ദ കാർബൺ സൈക്കിൾ ഡസ് നോട്ട്. കാർബൺ സൈക്കിളിനും സോളിഡ് ഫേസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതും തെറ്റാണ്. നെക്സ്റ്റ്, ദ പ്രൈമറി റിസർവെയർ ഓഫ് ദ ഫോസ്ഫറസ് സൈക്കിൾ ഈസ് ദ അറ്റ്മോസ്ഫിയർ ബട്ട് റോക്സ് ആർ ദ പ്രൈമറി റിസർവോയേഴ്സ് ഫോർ കാർബൺ സൈക്കിൾ. ഇതും തെറ്റല്ലേ? നമ്മുടെ കാർബൺ സൈക്കിളിൻ്റെ പ്രൈമറി റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഷ്യൻ ആണ് അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇതാണ് ഏത് കറക്റ്റായിട്ട് വരുന്നത്? ദ ഫോസ്ഫറസ് സൈക്കിൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് എ ഗേഷ്യസ് ഫേസ് ബട്ട് ദ കാർബൺ സൈക്കിൾ ഡസ്. ദിസ് കാർബൺ ഐസോട്ടോപ്പ് ഈസ് റേഡിയോആക്റ്റീവ് ആൻഡ് വെരി റെയർ ആയിട്ടുള്ള ഒരു കാർബൺ ഐസോട്ടോപ്പ്, റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള അതേതാണ്? കാർബൺ 14 ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ബൈ ദിസ് മെത്തേഡ് ദ മെജോറിറ്റി ഓഫ് കാർബൺ മൂവ്സ് ഫ്രം ദ ലിത്തോസ്ഫിയർ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് ലിത്തോസ്ഫിയറിനകത്ത് കാണപ്പെടുന്ന കാർബണൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന ഏത് പ്രോസസ്സിലൂടെയാണ്? ഇറോഷൻ, ഡെപ്പോസിഷൻ, വെതറിങ്, ഫോസിൽ ഫ്യൂവൽ ബേണിംഗ്. കറക്റ്റ് വരിക ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് ആണ് കേട്ടോ. ദീസ് എൻറ്റിറ്റീസ് സിക്വസ്റ്റർ മോസ്റ്റ് കാർബൺ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ആരാണ്? പ്ലാന്റ്സ് ആണ്. ഓക്കെ, പ്ലാന്റ്സ് ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ അറ്റ് എനി ഗിവൺ ടൈം? ഏതാണ്? എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ അറ്റ് എനി ഗിവൺ ടൈമിനാണ് നമ്മൾ പറയുക സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയാം. ഒരേ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് ആണ് കറക്റ്റ് വരിക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു പീരിയോഡിക് ഗ്രൂപ്പിനകത്ത് താഴോട്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഡൗൺ ടു ദ ഗ്രൂപ്പ് എന്താണ്? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ HF അല്ലെ, ഫ്ലൂറിൻ കഴിഞ്ഞ് ക്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ കഴിഞ്ഞ് അങ്ങനെയല്ലേ പോകുന്നുള്ളത്. അപ്പോൾ അസിഡിറ്റി HFനേക്കാളും കൂടുതലായിരിക്കും HClനായിരിക്കും. അതുപോലെ ഓരോ ഗ്രൂപ്പിലും ഡൗൺ ടു ദ ഗ്രൂപ്പ് അസിഡിറ്റി ഇൻക്രീസസ്. അത് പഠിച്ചു നോക്കണേ. ഡൗൺ ടു ദ ഗ്രൂപ്പ് അസിഡിറ്റി ഇൻക്രീസസ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ തിരിച്ചാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടൊന്ന് മാറ്റി പറഞ്ഞിരുന്നതാണ്. ഡൗൺ ടു ദ ഗ്രൂപ്പ് അസിഡിറ്റി ഇൻക്രീസസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻ എലമെൻറ്റ്സ് ത്രൂ ദ വേരിയസ് കോമ്പോണൻറ്റ്സ് ഓഫ് എക്കോസിസ്റ്റം നോൺ ആസ്? എന്താ നമ്മൾ പറയുക? ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയും അല്ലേ? ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻ്റ് ആണ് വേരിയസ് കോമ്പോണൻസിലൂടെ. എക്കോസിസ്റ്റത്തിൻ്റെ വേരിയസ് കോമ്പോണൻറ്റ്സ്, അതായത് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, നമ്മുടെ ബയോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഇതിലൂടെയൊക്കെയുള്ള നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ന്യൂട്രിയൻ സൈക്ലിംഗ്. ഹൗ മെനി കാറ്റഗറീസ് ക്യാൻ എ ന്യൂട്രിയൻ സൈക്കിൾ ക്യാൻ ബി ഡിവൈഡഡ്? മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഏത്? സെഡിമെൻ്ററി സൈക്കിളും ഗേഷ്യസ് സൈക്കിളും അല്ലേ? സെഡിമെൻ്ററി സൈക്കിളും ഗേഷ്യസ് സൈക്കിളും. ലൈംസ്റ്റോൺ ആൻഡ് ഡോളമൈറ്റ് ആർ ദ റിസർവേഴ്സ് ഓഫ് വിച്ച് സൈക്കിൾ? ലൈംസ്റ്റോണും ഡോളമൈറ്റും ഒക്കെ വരുന്നുള്ളത് സെഡിമെൻ്ററി സൈക്കിളിൻ്റെ റിസർവോഴ്സ് ആയിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സിംപ്ലിഫൈഡ് സീക്വൻസ് ഫോസ്ഫറസ് സൈക്ലിംഗ് ഇൻ എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം? ഫോസ്ഫറസ് സൈക്ലിംഗ്, അതായത് ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ ഫോസ്ഫറസ് സൈക്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് റോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരും. റോക്ക് മിനറൽസ് നിന്നത് സോയിൽസിലോട്ട് പോകും, എന്നിട്ട് അത് പ്രൊഡ്യൂസേഴ്സ് എടുക്കും, പിന്നെ കൺസ്യൂമേഴ്സ് എടുക്കും, പിന്നെ ഡീകമ്പോസേഴ്സ് എടുക്കും. ഇവിടെയാണ് കറക്റ്റ് വരിക കേട്ടോ. സോയിൽസിലോട്ട് പോയിട്ട് പ്രൊഡ്യൂസേഴ്സ് എടുത്ത്, കൺസ്യൂമേഴ്സ് എടുത്ത്, ഡീകമ്പോസേഴ്സ് എടുക്കും. വിച്ച് ഓഫ് ദ ബയോകെമിക്കൽ സൈക്കിൾ ഈസ് വിത്തൗട്ട് ആൻ അറ്റ്മോസ്ഫിയറിക് കോമ്പോണൻറ്റ്? അതായത് ഒരു അറ്റ്മോസ്ഫിയറിക് കോമ്പോണൻറ്റ് ഇല്ലാതെ നടക്കുന്ന ബയോകെമിക്കൽ സൈക്കിളാണ് ഏത്? ഫോസ്ഫറസ് സൈക്കിൾ. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നൈട്രജൻ സൈക്കിൾ അറ്റ്മോസ്ഫിയറിലുണ്ട്, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലുണ്ട്, കാർബൺ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. പക്ഷേ എങ്ങാനും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഫോസ്ഫറസ്, അതുപോലെ തന്നെ സൾഫർ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതാണ്? ഫോസ്ഫറസ് സൈക്കിളാണ് കേട്ടോ. വിച്ച് റിസർവോയർ റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുള്ളത് ഏത് റിസർവോയറാണ്? ഇതിനകത്ത് വരിക ഓഷ്യാനിക് റിസർവോയറാണ് കേട്ടോ. ഓഷ്യാനിക് റിസർവോയറാണ്. നെക്സ്റ്റ്, ഫ്രം വിച്ച് സ്റ്റേജസ് ഡസ് ദ കാർബൺ സൈക്ലിംഗ് ഒക്കർ? കാർബൺ സൈക്ലിംഗ് നടക്കുന്നുള്ളത് ആദ്യം അറ്റ്മോസ്ഫിയർ, പിന്നീട് അത് ഓഷ്യൻസിലേക്ക് എത്തും, ഓഷ്യൻസിൽ നിന്ന് അത് ലിവിങ് ഓർഗാനിസംസ് എടുക്കും, എന്നിട്ട് അത് ഡെഡ് ഓർഗാനിസംസ് ആവും, വീണ്ടും അങ്ങനെ സൈക്ലിംഗ് നടക്കും.
Conversion of ammonia to nitrate and then to nitrates. Ammonia to nitrite and then to nitrates. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നൈട്രിഫിക്കേഷൻ എന്ന് പറയാം. നൈട്രേറ്റ് ആൻഡ് ദെൻ ടു നൈട്രേറ്റ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നൈട്രിഫിക്കേഷൻ എന്ന് പറയാം. കൺവേർഷൻ ഓഫ് നൈട്രേറ്റ്സ് ടു നൈട്രജൻ, അതിനെ നമ്മൾ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അമോണിയ ടു നൈട്രൈറ്റും നൈട്രേറ്റും ആവുന്നത് നൈട്രിഫിക്കേഷനും ഈ നൈട്രേറ്റ്സ് വീണ്ടും നമ്മുടെ നൈട്രജനായി മാറുന്നത് ഡീനൈട്രിഫിക്കേഷനുമാണ്. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ATP ആർ റിക്വയർഡ് ടു ഫിക്സ് 1 മോളിക്യൂൾ ഓഫ് നൈട്രജൻ? എത്ര മോളിക്യൂൾസ് ഓഫ് ATP വേണം? 16 മോളിക്യൂൾസ് ഓഫ് ATP ആണ് നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് എൻസൈംസ് ഇൻവോൾവ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ആർ. നൈട്രജൻ ഫിക്സേഷനകത്ത് യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? നൈട്രജനേസ് ആൻഡ് ഹൈഡ്രജനേസ്, nitrogenase and hexokinase, nitrogenase and peptidase, nitrogenase and hydrolase. ഇവിടെ കറക്റ്റ് വരിക nitrogenase and hydrogenase ആണ് കേട്ടോ. നൈട്രജൻ ഫിക്സേഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് എന്താണ്? നൈട്രജൻ ടു N, നൈട്രജൻ ടു അമോണിയ, നൈട്രജൻ ടു യൂറിയ, നൈട്രജൻ ടു നൈട്രേറ്റ്സ്. അപ്പോൾ ഇവിടെ ഏതാ കറക്റ്റ് വരിക? നൈട്രജൻ ടു അമോണിയനാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. Nitrogen is absorbed by the plants in the form of plants absorb ചെയ്യണമെങ്കിൽ ഏത് ഫോമിലേക്ക് മാറണം? അമോണിയം, നൈട്രൈറ്റ്, നൈട്രേറ്റ്സ്, ഓൾ. ഇവിടെ അമോണിയം, നൈട്രൈറ്റ്, നൈട്രേറ്റ് ഇതെല്ലാം വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 34. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡിഷ് വാഷിംഗ് ആൻഡ് ഡിസ്ചാർജിങ്. ഇത് എൻസൈമോളജീൻ്റെ അപ്ലിക്കേഷൻസ് ഓഫ് എൻസൈംസ് ഇൻ ഇൻഡസ്ട്രീസ് അതിനകത്ത് വരുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡിഷ് വാഷിംഗ് ആൻഡ് ഡിസ്ചാർജിങ് വരുന്നതുകൊണ്ട് തന്നെ ഏതായിരിക്കും? അമൈലേസ് ആയിരിക്കും കേട്ടോ. ആൽഫ അമൈലേസ്. വിച്ച് ഓഫ് ദ എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രി ആസ് വാട്ടർ സോഫ്റ്റ്നേഴ്സ് ആയിട്ട് ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുള്ള എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ സെറിൻ പ്രോട്ടിയേസ് ആണ്. ഏതാണ്? സെറിൻ പ്രോട്ടിയേസ്. ഡാഷ് ഈസ് ആൻ എൻസൈം യൂസ്ഡ് ടു ഡിസോൾവ് ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് എൻസൈം എന്നാണ്? യൂറിക്കേസ്, ലൈസോസൈം, യൂറോകൈനേസ്, ആസ്പാർജിനേസ്. ഇവിടെ കറക്റ്റ് യൂറോകൈനേസ് ആണ്. യൂറോകൈനേസ് എൻസൈമാണ് ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, സൊല്യൂഷൻസിനകത്ത് വരുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അറൈസിങ് ഡ്യൂ ടു വേരിയിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ ഗിവൺ സോൾവെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് വിത്ത് റെസ്പെക്ട് ടു ദ സോൾവെൻറ്റ്? എന്താണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അറൈസിങ് ഡ്യൂ ടു വേരിയിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ ഗിവൺ സോൾവെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി? നമുക്കറിയാം 4 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്, ഇവിടെ ഡിക്രീസ് ഇൻ ഫ്രീസിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്, elevation in boiling point, relative lowering of vapor pressure, osmotic pressure. ഇതാണ് 4 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇവിടെ നോക്കിയാൽ റിലേറ്റീവ് ലോവറിങ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ അല്ല നമുക്ക് എന്താ വേണ്ടത്? വേപ്പർ പ്രഷറാണ് വേണ്ടത്. ഡിക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻ്റ് അല്ല, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആണ്. നെക്സ്റ്റ്, ഡിക്രീസ് ഇൻ ഫ്രീസിങ് പോയിൻ്റ്, ഇതൊരു കൊലിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ 4ാമതായിട്ട് വരേണ്ടത് ഓസ്മോട്ടിക് പ്രഷറാണ്. Which law specifically governs the relative lowering of vapor pressure in solution? ഏത് ലോ ആണ്? വാൻഡോഫ് ലോ, ബോയിൽസ് ലോ, റാവോൾസ് ലോ, അമഗാർഡ്സ് ലോ. കറക്റ്റ് വരിക റാവോൾസ് ലോ ആണ് കേട്ടോ. ലാസ്റ്റ് 40th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ്ഫുൾ ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുള്ളത്? ഡിറ്റർമൈനിങ് ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഡിറ്റർമൈനിങ് ഇക്വിവാലൻറ്റ് വെയ്റ്റ്, ഡിറ്റർമൈനിങ് വൺ ഹോഫ് ഫാക്ടർ. കറക്റ്റ് ചെയ്താണ് ഡിറ്റർമൈനിങ് മോളാർ മാസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളത്? കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ബയോ ഫെർട്ടിലൈസർ? താഴെ തന്നിരിക്കുന്നതിൽ ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത് ഏതെന്നാണ്? മൈക്രോറൈസ, റൈസോബിയം, അഗ്രോബാക്ടീരിയം, നോസ്റ്റോക്ക്. ഇതിനകത്ത് അഗ്രോബാക്ടീരിയം ആണ് ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത് കേട്ടോ. നെക്സ്റ്റ്, ദിസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഓർഗാനിക് ഫാമിങ്ങിനകത്ത് യൂസ് ചെയ്യാത്തത് ഏത്? സ്നെയിലാണ് ഓർഗാനിക് ഫാമിങ്ങിനകത്ത് യൂസ് ചെയ്യാത്തത്.
ബാക്കിയുള്ള എർത്ത് വേം, ഓസിലേറ്റോറിയ, ഗ്ലോമസ് ഇതൊക്കെ ഓർഗാനിക് ഫാമിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ലെഗ്യൂംസ് ഡു നോട്ട് ഫിക്സ് നൈട്രജൻ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലെഗ്യൂംസ് ഡു നോട്ട് ഫിക്സ് നൈട്രജൻ. ലെഗ്യൂംസ് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നില്ലേ? അപ്പോൾ അവർ എന്താണ്? തെറ്റാണ്. ലെഗ്യൂംസ് ഫിക്സ് നൈട്രജൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ബാക്ടീരിയ. അല്ലാതെ ബാക്ടീരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ലെഗ്യൂംസ് ഫിക്സ് നൈട്രജൻ ത്രൂ ബാക്ടീരിയ ഇൻ ദെയർ റൂട്ട്സ്. ഇത് കറക്റ്റാണ്. ലെഗ്യൂംസ് ഫിക്സ് നൈട്രജൻ ത്രൂ ദ ബാക്ടീരിയ ഇൻ ദെയർ ലീവ്സ്. ഇത് റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലാന്റ്സ് ഫോം എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് 2 nitrogen fixing bacteria, rhizobium and aerorhizobium, in root and stem nodules respectively. അതായത് താഴെ തന്നിരിക്കുന്ന ഏതോ ഒരു എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ്, ഒരു പ്ലാന്റ് സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. ഏതുമായിട്ട്? 2 നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആയിട്ട്. അതായത് റൂട്ടിലാണെങ്കിൽ റൈസോബിയവും അതുപോലെ തന്നെ സ്റ്റെം നോഡ്യൂൾസിലാണെങ്കിൽ എയറോറൈസോബിയോ ആണ്. അതേത് പ്ലാന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി വെച്ചോളൂ. സെസ്ബാനിയ റോസ്ട്രാറ്റയാണ് കറക്റ്റ് വരുന്നത്. സെസ്ബാനിയ റോസ്ട്രാറ്റയാണ് 2 നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആയിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പിലുള്ളത്. ഏതാണ്? സെസ്ബാനിയ റോസ്ട്രാറ്റ. നെക്സ്റ്റ്, ദ അറ്റോമിക് നമ്പർ ഈസ് നോട്ട് ചേഞ്ച്ഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കെ. നമ്മൾ പഠിച്ചു 3 ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ. ഇതിനകത്ത് ഓരോ സമയത്തും, അതായത് ആൽഫ റേഡിയേഷൻ്റെ ടൈമിൽ എങ്ങനെയാണ് അറ്റോമിക് നമ്പർ ചേഞ്ച് ആവുന്നുള്ളത് അല്ലേ? ഒരു ഹീലിയമാണ് അല്ലെങ്കിൽ ആൽഫ റേഡിയേഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്നുള്ളത് ഒരു ഹീലിയം പാർട്ടിക്കിളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ റേഡിയേഷൻ്റെ സമയത്ത് ഒരു ഇലക്ട്രോണിനാണ് റിലീസ് ചെയ്യുന്നുള്ളത്, റേഡിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഗാമേൻ്റെ സമയത്താണ് ഒരു ചേഞ്ചും ഇല്ലാത്തത്, കാരണം അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഇതാണ്, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഐസോടോപ്സ് ഓഫ് ആൻ എലമെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ്. ഐസോടോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? These are the atoms having same number of atomic number but differs in their mass number. Same number of atomic number എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ നമ്പറും സെയിം ആയിരിക്കും, പ്രോട്ടോൺസിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. ആറ്റത്തിൻ്റെ നമ്പറിൽ അവിടെ പ്രാധാന്യമില്ല. പിന്നെയുള്ളത് ആരാണ്? ന്യൂട്രോൺ. സോ സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മാസ് നമ്പേഴ്സ്. മാസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം പ്ലസ് പ്രോട്ടോണുകളുടെ എണ്ണം. അതാണ് ഇത് മാസ് നമ്പറായിട്ട് വരുന്നുള്ളത്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും അറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. മാറ്റം വരുന്നുള്ളത് ആര് മാത്രമാണ്? ന്യൂട്രോൺസ് മാത്രമാണ്. നെക്സ്റ്റ്, 3 ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ എമിറ്റഡ് വെൻ അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ അണ്ടർഗോ റേഡിയോ ആക്റ്റീവ് ഡിക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദം. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യും? റേഡിയേഷൻ ഉണ്ടാവും അല്ലേ? എന്താണ് നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു റേഡിയേഷൻ അവർ എമിറ്റ് ചെയ്യും. അതിൽ 3 ടൈപ്സ് ഓഫ് റേഡിയേഷനാണ് ഉള്ളത്. ഏതാണ് ഇതിൽ പെടാത്തത്? ബീറ്റ, ഗാമ, ആൽഫ. ഡെൽറ്റയാണ് ഇതിൽ റോങ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഹീലിയം ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ആർ കോൾഡ്. ഹീലിയം ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുള്ളൂ ഏതാണ്? ആൽഫ പാർട്ടിക്കിൾസ് അല്ലേ? ബീറ്റ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ആണ്, ഗാമ ആണെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സോ ഹീലിയം പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾസ് ആണ്. വെൻ 2 അറ്റോമിക് ന്യൂക്ലിയൈ കമ്പൈൻ ഇറ്റ് ഈസ് കോൾഡ്. 2 അറ്റോമിക് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മോളിക്യൂളായി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്യൂഷൻ എന്ന് പറയാം. എന്ത് പറയും? ഫ്യൂഷൻ. അതിനൊരു ബിഗ്ഗർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്മോളർ മോളിക്യൂളായിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് പറയും? ഫിഷൻ എന്ന് പറയും. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷനും ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷനകത്ത് വരുന്നുള്ള മെയിൻ ആയിട്ടുള്ള 2 റിയാക്ഷൻസ്. ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷനും. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 കുഞ്ഞ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ബിഗ്ഗർ വൺ ആവുന്നു, അതാണ് ഫ്യൂസ് ചെയ്യുന്നത്, ഫ്യൂഷൻ. പിന്നെ ഫിഷൻ എന്ന് പറയുമ്പോൾ ബിഗ് വണ്ണ് എന്താണോ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചെറുതായിട്ട് മാറുന്നു. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ അറ്റോമിക് നമ്പർ ഈസ് reduced to by which form of radioactive decay. അതിനകത്ത് ബീറ്റ ഡിക്കേനകത്ത് എന്താണ്? പ്രോട്ടോൺസിൽ ഒരു മാറ്റവും വരുന്നില്ല. അവിടെ ഇലക്ട്രോൺസ് ആണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നുള്ളത് അല്ലേ? അപ്പോൾ ബീറ്റ ഇവിടെ വരില്ല. ഗാമേനകത്ത് ഇലക്ട്രോൺസിനോ പ്രോട്ടോൺസിൻ്റെ നമ്പറിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ആൽഫ ഡിക്കേൻ്റെ സമയത്താണ് എന്ത്? നമ്മുടെ അറ്റോമിക് നമ്പർ 2 കുറയുന്നുള്ളത് അല്ലേ? നമ്മൾ ചാർജും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ആൽഫ ഡിക്കേൻ്റെ സമയത്താണ് ഏത് വരുന്നുള്ളത്? അറ്റോമിക് നമ്പർ 2 റെഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ദ 3 ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് എമിഷൻ?
താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എല്ലാ റേഡിയോ ആക്റ്റീവ് എമിഷനെ കുറിച്ചും കറക്റ്റായിട്ട് വരുന്നില്ലേന്ന്? ഏതാണ്? ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്സ് തെറ്റാണ്. ദേ എമിറ്റ് ലൈറ്റ് തെറ്റാണ്. എല്ലാം 3 റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ, അതായത് നമ്മുടെ ആൽഫ, ബീറ്റ, അതുപോലെ തന്നെ ഗാമ, ഇത് 3നെ കുറിച്ചാണ്. സോ ദേ അയണൈസ് ഗ്യാസസ് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, എ ന്യൂക്ലൈഡ് ഓഫ് ദ എലമെൻറ്റ് പ്ലൂട്ടോണിയം, ഇതിങ്ങനെയാണ് കേട്ടോ. Pu-94 മേലെ, 242 താഴെ, ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇങ്ങനെയല്ല, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്, അതായത് പ്ലൂട്ടോണിയം 242 മേലെയും 94 താഴെയും, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ മേലെയുള്ളത് മാസ് നമ്പറും താഴെയുള്ളത് അറ്റോമിക് നമ്പറും ആയിരിക്കും. എന്താണ്? മേലെയുള്ളത് മാസ് നമ്പറും താഴെയുള്ളത് അറ്റോമിക് നമ്പറും ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഏത്? ഈ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ മാസ് നമ്പറിൽ നിന്ന് താഴെയുള്ള എന്ത് കണ്ടുപിടിക്കണം? താഴെയുള്ള നമ്മുടെ അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ താഴെ അറ്റോമിക് നമ്പർ ആയിരിക്കും, മേലെ മാസ് നമ്പർ ആയിരിക്കും. താഴെ അറ്റോമിക് നമ്പർ ആയിരിക്കും, മേലെ മാസ് നമ്പർ ആയിരിക്കും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഏത്? മാസ് നമ്പർ. താഴെയുള്ളത് നമ്പർ അറ്റോമിക് നമ്പറാണ്. ആ അറ്റോമിക് നമ്പർ എന്തിനു തുല്യമാണ്? പ്രോട്ടോണുകളുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഏത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 242ൽ നിന്ന് 94 നമ്മൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 148 കിട്ടും. ഓക്കെ, അപ്പോൾ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് വിൽ ബി ദ അൺനോൺ ന്യൂക്ലിയസ് ഫോംഡ് വെൻ 22, ഇതുപോലെ തന്നെ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നിയോൺ 1022, ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്. ഡീക്കേസ് ഇൻ ടു 2 ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് ആൻ അൺനോൺ ന്യൂക്ലിയസ്. അതായത് വിച്ച് വിൽ ബി ദ അൺനോൺ ന്യൂക്ലിയസ് ഫോംഡ് വെൻ, നമ്മുടെ ഈ കോമ്പൗണ്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ നിയോണിൻ്റെ ഈ കോമ്പൗണ്ട് 2 ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യാണ്, ഡീക്കേ ചെയ്യാണ്. ദേ ആർ ഡീക്കേഡ് ഇൻ ടു 2 ആൽഫ പാർട്ടിക്കിൾസ്. അപ്പോൾ 2 ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിട്ട് കുറയും? 4 ആയിട്ട് കുറയും. ഒരു ആൽഫ പാർട്ടിക്കിൾ ആകുമ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആയിട്ട് കുറയും. അപ്പോൾ അറ്റോമിക് നമ്പർ 8 ആയി. ഇനി ഒരു 2 പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നും കൂടെ 2 ആകുമ്പോൾ അത് 6 ആയി. 6 വരുമ്പോൾ അറ്റോമിക് നമ്പർ 6 ഉള്ളത് ഏത് കോമ്പൗണ്ടാണ്? ഏത് ആറ്റമാണ്? കാർബൺ ആണ്. ഇതെവിടെ കാണാം? 22Ne10. ഇതെന്താണ്? 2 ഹീലിയം മോളിക്യൂൾസിനെയാണ് എമിറ്റ് ചെയ്യുന്നത്. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഹീലിയം അല്ലേ? അപ്പോൾ 2 ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 2 ഹീലിയം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. 6 എങ്ങനെ എഴുതിയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ X614 എന്നാണ് എഴുതിയിട്ടുള്ളത്. X614 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ X ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ X ഏതാണ്? കാർബൺ ആണ്. കാർബണിനാണ് അറ്റോമിക് നമ്പർ 6 ആയിട്ട് വരുന്നുള്ളത്. താഴെ 6 വന്നുകൊണ്ട് അത് അറ്റോമിക് നമ്പർ. ഇനി ഒരു ആൽഫ പാർട്ടിക്കിൾ ആയിരുന്നെങ്കിലോ ഈ Ne10 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? Ne8 എന്നായിട്ട് മാറും. Ne അല്ല, X8 എന്നായിട്ട് മാറും. ഈ 8 ഏതിൻ്റെയാണ്? ഓക്സിജൻ്റെയാണ്. അപ്പോൾ എന്താണ്? നമ്മൾ അതനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ആൽഫ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ ഒന്ന് കുറയും. ഇനി ബീറ്റ പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടും. ബീറ്റ എമിഷൻ ആകുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അറ്റോമിക് നമ്പർ കൂടും അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ്, സൈറ്റോപ്ലാസം വിത്തൗട്ട് സെൽ ഓർഗനൽ ഈസ് ടേംഡ് ആസ്. സൈറ്റോപ്ലാസം വിത്തൗട്ട് സെൽ ഓർഗനൽ. സൈറ്റോപ്ലാസത്തിനകത്ത് എന്താണ്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണല്ലോ. അതിനകത്താണ് നമ്മുടെ സെൽ ഓർഗനൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ സെൽ ഓർഗനൽസിനെ ഒഴിവാക്കിയിട്ട് ആ ഫ്ലൂയിഡ് പാർട്ടിനെ മൊത്തത്തിൽ മാത്രം പറയാണ് സൈറ്റോസോൾ എന്ന് പറയും. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെൽ മെംബ്രെയിനകത്ത് വരുന്നുള്ള ആ ഫ്ലൂയിഡ് പാർട്ട് മൊത്തത്തിലാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് നിന്ന് സെൽ ഓർഗനൽസിനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് സൈറ്റോസോൾ എന്ന് പറയുന്നുള്ളത്. ഓക്കെ, ആ ഫ്ലൂയിഡ് പാർട്ട്. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലാത്ത ഓർഗനൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും വാക്യൂൾസും ഗോൾജി അപ്പാരറ്റസ് ഒക്കെ എന്താണ്? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ആരല്ല? മൈറ്റോകോൺട്രിയ അല്ല. മൈറ്റോകോൺട്രിയ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നല്ലേ? അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്.
നെക്സ്റ്റ്, സെൻട്രിഫ്യൂഗേഷൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് ലോ? പഠിച്ചു വെക്കുക, സ്റ്റോക്സ് ലോ. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഏത് ലോ ആണ്? സ്റ്റോക്സ് ലോ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ യൂസ്ഡ് ഫോർ? ഒരു ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആണ് ഇത് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് വൈറസ്, റൈബോസോംസ്, മെംബ്രെയിൻസ്, അതുപോലെ തന്നെ ടു റിമൂവ് സ്മോൾ പാർട്ടിക്കിൾസ്, ടു റിമൂവ് ഡേർട്ട്, ടു ഗെറ്റ് റിഡ് ഓഫ് ബിഗ് പാർട്ടിക്കിൾസ്. ഇതൊക്കെ എന്താണ്? തെറ്റാണ്. കറക്റ്റ് ഇതാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് വൈറസ്, റൈബോസോമിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ സെൻട്രിഫ്യൂഗേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സ് ഈസ് നോട്ട് യൂസ്ഡ്? താഴെ തന്നിരിക്കുന്നവയിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷനിൽ യൂസ് ചെയ്യാത്ത ഫോഴ്സ് ഏതാണെന്നാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാത്തത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഓപ്ഷൻ എ ആണ്. വിച്ച് among the following has the maximum penetrating power? ഇവിടെ ഏറ്റവും കൂടുതലും പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ആർക്കാണ്? ഗാമ റേസിനാണ്. ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ഗാമ റേസിനാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേസിനാണ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഗാമ റേസിനാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? തന്നിരിക്കുന്നതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലാത്തത് ഏത്? കോസ്മിക് റേസ്, ഗാമ റേസ്, ബീറ്റ റേസ്, എക്സ് റേസ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കോസ്മിക് റേസ് എന്ന് എഴുതാൻ തോന്നും, പക്ഷേ കറക്റ്റ് ആൻസർ ബീറ്റ റേസ് ആണ്. കോസ്മിക് റേസും ഗാമ റേസും എക്സ് റേസ് ഒക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ബീറ്റ റേസ് മാത്രം എന്തല്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്